ശബരി ഇതുവരെ പോയില്ലേ? ഇല്ല. ശേഖരേട്ടൻ ഈ നിലയിൽ ഇവിടെ കിടക്കുമ്പോ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. സന്തോഷായി. എന്റെ കർമ്മത്തിന് ഫലം ഉണ്ടായല്ലോ. തന്റെ കാര്യ കഷ്ടം. ബന്ധങ്ങളെ മാനിക്കാത്തവർ അവരെത്ര വലിയ മഹാന്മാരായാലും എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. താൻ ആ പെൺകുട്ടിയെ വേദനിപ്പിക്കരുത്. അഴിമതി വീര കാട്ടുകള്ള അധികാരക്കൊടി തീർന്നില്ലേ? കട്ട് മുടിച്ചില്ലേ? മന്ത്രി കസേര തെറിച്ചില്ലേ? ഇതുപോലൊരു നാറിയ മന്ത്രിയെ കേരള മക്കൾ കണ്ടിട്ടില്ല. ഉപ്പിന് നികുതി, സോപ്പിന് നികുതി, തൊട്ടതിനൊക്കെ നികുതി. തൃപ്തിയായല്ലോ. അച്ഛനിപ്പോ ആവശ്യത്തിലധികം കിട്ടിയില്ലേ? ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ഈ മനുഷ്യനാണ് എല്ലാം നശിപ്പിച്ചത്. എന്റെ പേര് കൂടി ദുരുപയോഗപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല. ദിനേശ്, അതൊക്കെ നിങ്ങൾ ഒന്നും പറയണ്ട. എന്തിനു വേണ്ടിയാ നിങ്ങൾ ആ ജഡ്ജിയുടെ അടുത്ത് എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചത്? നിങ്ങളെ ഞാൻ അതിന് ചുമതലപ്പെടുത്തിയിരുന്നോ? അതൊക്കെ അങ്ങനെ വേണ്ടി വന്നു. ചെയ്യാവുന്നിടത്തോളം വൃത്തികേടുകളൊക്കെ ചെയ്തിട്ട് വേണ്ടി വന്നു എന്ന് നിങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാരാ നാട് ഈ നിലയിലാക്കിയത്. ഇപ്പോഴെങ്കിലും ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കി അച്ഛന് പറയാമോ സർവ്വബന്ധങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന്? ദിനേശ്, ഞാൻ പറയുന്നു, പ്ലീസ് നിങ്ങളൊന്ന് പുറത്തു പോകാമോ? എന്റെ അച്ഛൻ ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഇതുപോലൊരു നാറിയ മന്ത്രിയെ കേരള മക്കൾ കണ്ടിട്ടില്ല. ദേവിയുടെ അച്ഛനോട് വന്നിരുന്നു അല്ലേ? വന്നിരുന്നു. അപ്പൊ അച്ഛനും അമ്മയും അങ്ങോട്ട് പോയില്ല? ഇല്ല. രാജശേഖരനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അവനത് മനസ്സിലാവുകയും ചെയ്തു. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരി, ദേവി അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കില്ല. അപ്പോ നീ ത്യാഗം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു? എങ്ങനെ കണക്കാക്കാം? മിണ്ടാൻ വയ്യാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുടുംബത്തിന് ഭഗവതികളും വരുത്തി വെക്കാനാണ് നിന്റെ പുറപ്പാട്? മിണ്ടാൻ വയ്യാത്തൊരു പെൺകുട്ടി ഹൃദയം പൊട്ടി വിളിച്ചാൽ വിളി കേൾക്കാത്തൊരു ഭഗവതിയാണ് ഇതിനകത്തെങ്കിൽ എങ്കിൽ പറയടാ, ആ ഭഗവതി എനിക്ക് വേണ്ട. പപ്പായി, അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാം ഭംഗിയായിട്ട് പാക്ക് ചെയ്തോ? എന്ത് നല്ല സ്വഭാവം, എന്ത് നല്ല ആൾക്കാർ. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നിട്ട് അവർക്കും കഷ്ടപ്പാട് തന്നെയല്ലേ? എല്ലാവർക്കും എല്ലാം തികച്ച് ഈശ്വരൻ കൊടുക്കില്ലല്ലോ. എങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം? ഒരു കണക്കിന് ജീവിതവും ഒരു സത്രം തന്നെ. വെറും കൈയോടെ വരുന്നു, വെറും കൈയോടെ മടങ്ങിപ്പോകുന്നു. സ്വാമി ശരണം. എന്താ നിന്റെ ഇരിപ്പിന്റെ അർത്ഥം? മോടെ കാര്യത്തിൽ എനിക്കെന്താ വിഷമമില്ലേ? എന്റെ ജീവൻ കൊടുത്താൽ മോളെ ശബ്ദം തിരിച്ചു കിട്ടോ? ഞാൻ കൊടുക്കാം. നമുക്ക് ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തില്ലേ? എല്ലാം നമ്മുടെ വിധി. അനുഭവിക്കുക തന്നെ. ഇല്ല, മോളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വേവനാതിയില്ല. ഇത്രയും കാലം നീതി നിയമമൊക്കെ കൃത്യമായി നടത്തിയല്ലോ. നമ്മളുടെ മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും നീതി കാണിക്കാൻ നിങ്ങൾക്കായോ? എന്തായാലും നിങ്ങളുടെ അന്തസ്സിനൊരു കോട്ടവും പറ്റിയില്ലല്ലോ. അത് മതി. എന്ത് അന്തസ്? അന്തസ്സും അഭിമാനവും മറന്ന് ഞാൻ ആ കുട്ടിശങ്കരനെ പോയി കണ്ടു. ഭഗവതിക്ക് പോലും നമ്മുടെ മോളെ വേണ്ട. ശബരി ഇനി വരില്ല. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യണ്ട. നമ്മളുടെ മോളുടെ കാര്യത്തിൽ അല്പമെങ്കിലും അലിവുണ്ടായിരുന്നെങ്കിൽ കയ്യിൽ വന്ന ഒരു അവസരം തട്ടിക്കളയുമായിരുന്നു. ആ ദിനേഷിന്റെ കാര്യത്തിൽ അല്പം വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമായിരുന്നില്ലേ? എല്ലാം തൊലച്ചു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഓ, എന്റെ മുമ്പിൽ നിന്ന്.
സാർ ശബരി സാർ വരുന്നുണ്ട്. കുട്ടിശങ്കരൻ, എന്താ എല്ലാവരും കൂടി ഇത്ര രാവിലെ? രാജ, നീ ഞങ്ങളോട് ക്ഷമിക്കണം. നിന്നോടാവുമ്പോ എനിക്ക് എന്തും പറയാലോ. ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ മറക്കണം. നമ്മുടെ കുട്ടികളുടെ മനസ്സുകൾ നശിച്ചിട്ട് പിന്നെ എന്തുണ്ടായിട്ടെന്താ? ദേവിമോളെ ഞങ്ങൾക്ക് വേണം. ദൈവനിശ്ചയം അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അല്ല, മോളെവിടെ? മോളെവിടെ പോയി? കാണുന്നില്ലല്ലോ. സാറിന്റെ മുറിയിലും കണ്ടില്ലല്ലോ. മാലതി, ഇതാരൊക്കെ വന്നിരിക്കുന്നു നോക്ക്. മോളെ കണ്ടോ? ഇല്ല, എവിടെ പോയി? ഞാൻ ഇവിടെയൊക്കെ നോക്കി, എങ്ങും കാണില്ല. പിള്ളച്ചേട്ടാ, ദേവിയെ കാണുന്നില്ല. എന്റെ അയ്യപ്പ. ദേവി, ദേവി.